ഇന്ന് കാർഷിക കടാശ്വാസ കമ്മീഷൻ മുഖേനയുള്ള നടപടിക്രമം അനുസരിച്ച് വയനാട് ജില്ലയിൽ 2014 മാർച്ച് 31 വരെയുള്ള കാർഷിക വായ്പകൾക്കും മറ്റ് ജില്ലകളിൽ 2011 ഒക്ടോബർ 31 വരെയുള്ള കാർഷിക വായ്പകൾക്കുമാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഇത് സംസ്ഥാനത്താകെ 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്കാക്കിയിട്ട് മാറ്റം വരുത്തുന്നു. എന്നാൽ അതിനകത്ത് ഇടുക്കിയിലും വയനാടും 2018 ആഗസ്റ്റ് 31 വരെയുള്ള വായ്പകൾക്ക് ഈ ആനുകൂല്യം ദീർഘിപ്പിക്കും. ഇടുക്കി വയനാട് 2018 ആഗസ്റ്റ് 31 വരെ, മറ്റെല്ലാ ജില്ലകളിലും 2014 മാർച്ച് 31 വരെയാക്കി മാറ്റുന്നു. കാർഷിക കടാശ്വാസ കമ്മീഷൻ 50,000 രൂപയ്ക്ക് മേലുള്ള കുടിശ്ശികയ്ക്ക് നൽകുന്ന ആനുകൂല്യം 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദീർഘകാല വിളകൾക്ക് പുതുതായി അനുവദിക്കുന്ന വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വായ്പ എടുക്കുന്ന തീയതി മുതൽ 1 വർഷക്കാലത്തേക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ പെടുന്നില്ല. അപ്പോൾ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് പരിശോധിക്കുന്നതിന് കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന് 85 കോടി രൂപ ഉടനെ അനുവദിക്കാൻ തീരുമാനിച്ചു. ഇതിൽ 54 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അനുവദിക്കുക. വിളനാശം മൂലമുള്ള നഷ്ടത്തിന് 2015 സർക്കാർ ഉത്തരവ് പ്രകാരം നൽകുന്ന ധനസഹായം ചില വിളകൾക്ക് ആ വിള ഏതാണെന്ന് പറയാം, നിലവിലുള്ള തുകയുടെ 100% വർധന അനുവദിക്കാൻ തീരുമാനിച്ചു. ഇതിൽ കമുക് കായ്ഫലമുള്ളത് ഒരെണ്ണത്തിന് 150 രൂപയാണ്, അത് 300 രൂപയാവും, ഇരട്ടിയാവും, എല്ലാം ഇരട്ടിയാവും. കമുക് കായ്ഫലമില്ലാത്തത് 100, 200 ആകും. കൊക്കോ കായ്ഫലമുള്ളത് 100, 200 ആകും. കാപ്പി ഒരെണ്ണത്തിന് 100, 200 ആകും. കുരുമുളക് കായ്ഫലമുള്ളത് ഒരെണ്ണത്തിന് 75, 150 ആകും. ജാതി കായ്ഫലമുള്ളത് ഒരെണ്ണത്തിന് 400, 800 ആകും. ജാതി കായ്ഫലമില്ലാത്തത് ഒരെണ്ണത്തിന് 150, 300 ആകും. ഗ്രാമ്പു കായ്ഫലമുള്ളത് ഒരെണ്ണത്തിന് 200, 400 ആകും. ഗ്രാമ്പു കായ്ഫലമില്ലാത്തത് ഒരെണ്ണത്തിന് 100, 200 ആകും. പിന്നെ ഏലത്തിന് 18,000, ഒരു ഹെക്ടറിന് 18,000 രൂപയാണ് ഇപ്പോൾ, അത് 25,000 ആയിട്ട് വർദ്ധിക്കും. ഈ തരത്തിലുള്ള മാറ്റം അതിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് ഇത്തരത്തിലുള്ളൊരു ഇടപെടലാണ് കാർഷിക രംഗത്ത് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെയുള്ളൊരു പ്രധാന പ്രശ്നം, ചില പ്രശ്നങ്ങൾ, ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചു വരികയായിരുന്നു. എന്നാൽ സംവരണ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ പല സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ സംവരണം നേരത്തെ പ്രഖ്യാപിക്കാത്ത 2 സ്ട്രീമുകളിൽ കൂടി സംവരണം നടപ്പിലാക്കാനുള്ള സാധ്യത ആരാഞ്ഞുകൊണ്ട് നിയമോപദേശം വീണ്ടും സർക്കാർ തേടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനത്തിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ 2 സ്ട്രീമുകളിൽ കൂടി സംവരണം ബാധകമാക്കാമെന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശേഷാൽ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എല്ലാവരുടെയും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ രീതിയിലാണ് വരിക. അപ്പോൾ എല്ലാവർക്കും സംവരണം ബാധകമാവും എന്നർത്ഥം.
ഇതോടൊപ്പം മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് LDFിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കാം. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് തന്നെ സംവരണം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ വ്യവസ്ഥകൾ ക്രമീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ഒരു കമ്മീഷനെ മന്ത്രിസഭ നിശ്ചയിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ച് ദ്രുതഗതിയിൽ ഇത് നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശുപാർശകൾ സമർപ്പിക്കുന്നതിന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരെയും അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരെയും കമ്മീഷനായി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ്റെ കാലാവധി അവസാനിച്ചിരുന്നു. അത് പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം എടുക്കുകയുണ്ടായി. റിട്ടയേർഡ് ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ചെയർമാനായുള്ള 3 അംഗ കമ്മീഷനെയാണ് നിയമിക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ പ്രളയ ദുരന്തമാണ് നേരിട്ടത്. ഈ പശ്ചാത്തലത്തിൽ ഒരു വിശദമായ പഠനം UN ഏജൻസികളും വേൾഡ് ബാങ്കും കൂടി നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കേരള നിർമ്മിതിക്ക് ഏകദേശം 32,000 കോടിയോളം രൂപ ആവശ്യമായി വരുമെന്നാണ് കണ്ടത്. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പുനർനിർമ്മാണ സംവിധാനത്തിന് രൂപം നൽകുകയുണ്ടായി. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോകബാങ്കിൻ്റെ ആദ്യ വികസന വായ്പയായി ഏകദേശം 3,500 കോടിയോളം രൂപ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു. 70:30 അനുപാതത്തിലാകും വായ്പ ലഭ്യമാവുക. ലോകബാങ്ക് 3,500 കോടി രൂപ ലഭ്യമാക്കുമ്പോൾ പദ്ധതി പ്രവർത്തനത്തിനായി ആകെ 5,000 കോടിയിൽ പരം രൂപ കേരളത്തിന് ഉപയോഗിക്കാനാകും. ഈ വർഷം ജൂൺ ജൂലൈ മാസത്തോടുകൂടി വായ്പ ലഭ്യമാക്കുന്നതിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ബൃഹത്തായ പുനർനിർമ്മാണത്തിനായി ദുരന്ത നിവാരണം, പരിസ്ഥിതി, സ്ഥാപന ശാക്തീകരണം, വിവര സമുച്ചയങ്ങളുടെ ഉപയോഗം എന്ന 4 തലങ്ങളും ജലവിഭവം, ജലവിതരണം, സാനിറ്റേഷൻ, നഗരമേഖല, റോഡുകളും പാലങ്ങളും, ഗതാഗതം, വനം, കൃഷിയും അനുബന്ധ മേഖലകളും, മത്സ്യബന്ധനം, ഉപജീവനം, ഭൂവിനിയോഗം, ഇത്തരത്തിൽ 11 മേഖലകൾ ഉൾപ്പെടുന്ന റീബിൽഡ് കേരള വികസന പദ്ധതിയുടെ കരട് രേഖ മന്ത്രിസഭ പരിഗണിക്കുകയുണ്ടായി. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി ഈ രേഖ ഇന്ന് വൈകുന്നേരം വിലയിരുത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെയും വിദേശ മലയാളികളുടെയും പ്രൊഫഷണലുകളുടെയും RKI ഉപദേശക സമിതിയുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി ശേഖരിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും അംഗീകാരം നൽകാനും ചീഫ് സെക്രട്ടറിയെയും RKI CEO-യെയും മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വായ്പ ലഭ്യമാക്കുന്നതിന് മുന്നോടിയായി അംഗീകരിക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകി. തുടർ നടപടികൾ സ്വീകരിക്കാൻ
അതത് വകുപ്പുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രളയബാധിതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ചിലയിടങ്ങളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് പുറമ്പോക്കിൽ താമസിക്കുന്ന പ്രളയബാധിത കുടുംബങ്ങൾക്ക് അവർ താമസിക്കുന്ന വികസന ബ്ലോക്കിൽ തന്നെ ഭൂമി ലഭ്യമാവുകയാണെങ്കിൽ ചുരുങ്ങിയത് 3 സെൻറ്റോ പരമാവധി 5 സെൻറ്റോ പതിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ വക ഭൂമി ലഭ്യമല്ലെങ്കിൽ ചുരുങ്ങിയത് 3 സെൻറ്റ് ഭൂമിയെങ്കിലും വാങ്ങുന്നതിന് പരമാവധി 6 ലക്ഷം രൂപ നൽകുന്നതാണ്. ഇത്തരത്തിൽ വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ പരമാവധി 4 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി വരുന്ന ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വഹിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഭൂരഹിതർക്ക് ഭൂമി ഉറപ്പുവരുത്തുക എന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായുള്ള തീരുമാനവും മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം താലൂക്കിലെ മണക്കാട് വില്ലേജിൽ ബണ്ട് പുറമ്പോക്കിൽ ദീർഘകാലമായി താമസിച്ചു വരുന്ന 75 കുടുംബങ്ങൾക്ക് മണക്കാട് ബണ്ട് പുറമ്പോക്കിലെ കൈവശത്തിലുള്ള 5 സെൻറ്റ് ഭൂമി പതിച്ചു നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. വേറൊന്ന്, ഓഖി ദുരന്തബാധിതരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയുടെ നിലവാരം ഉയർത്തുന്നതിന് തൊഴിൽ പുനഃസ്ഥാപനത്തിനുമായി 120 FRP ബോട്ടുകൾ വാങ്ങുന്നതിന് 7,94,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഓഖി ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ഓഖി ദുരന്തബാധിതരായ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി 4 കോടി രൂപ അടങ്കൽ വരുന്ന ഒരു ആധുനിക സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും വിപണന ഔട്ട്ലെറ്റും ആരംഭിക്കുന്നതിനും ഇതിനാവശ്യമായ തുക മുഖ്യമന്ത്രിയുടെ ഓഖി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വേറൊരു പ്രശ്നം, ജിയോളജിസ്റ്റും കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി കൃഷിയോഗ്യമല്ലെന്നും കോറിംഗ് പ്രവർത്തനത്തിന് യോഗ്യമാണെന്നും സ്ഥലം സന്ദർശനം നടത്തി റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് നൽകുന്ന മുറക്ക് ജില്ലാ കലക്ടർ NOC നൽകുകയും അവിടെ ഖനനാനുമതി നൽകാവുന്നതുമാണ്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ ഖനനാനുമതി നൽകിയിട്ടുള്ള പ്രദേശങ്ങളിൽ സർക്കാർ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്യുന്നതിന് ഈടാക്കുന്ന സീനിയറേജ് ബാധകമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വേറൊരു പ്രശ്നം, 2017 സൃഷ്ടിച്ച 400 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിൽ 57 തസ്തികകൾ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയായും 19 തസ്തികകൾ ASI ഡ്രൈവർ തസ്തികയായും അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയാണ്. വേറെ തീരുമാനങ്ങളുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇത്രയാണ്. വേറെ കൂടുതൽ സമയം ഇരിക്കാൻ നേരമില്ല, ഞാൻ പെട്ടെന്ന് പോകും. അത് സാധാരണ കൊടുക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് വരികയാണ്, അത് കൊടുക്കും. അല്ല, അത് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ പോരെ, കൊടുക്കും. പ്രധാനമായും സംസ്ഥാനത്തെ കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടുക്കി ഇപ്പോൾ കർഷകരെടുത്തിരിക്കുന്ന ലോൺ ഞങ്ങൾ അതിൻ്റെ സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ 56% കർഷകരാണ് ലോൺ എടുത്തിരിക്കുന്നത്. മന്ത്രി സുനിൽകുമാർ സംസാരിക്കുന്നു. മെയിനായിട്ട് അവർ എടുത്തിരിക്കുന്ന ഷെഡ്യൂൾ ബാങ്കുകളിൽ നിന്നും വാണിജ്യ ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്നാണ്. അതല്ലാതെ വാങ്ങുന്ന ലോണുകൾ
വേറെ രീതിയിൽ വാങ്ങുന്നതാണ്. അതിപ്പോൾ പരിഗണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പിന്നെ വിശദമായിട്ട് കാണാം.